3 സംസ്ഥാനങ്ങളിൽ കൂടെ കയറി ഫോറസ്റ്റ് വഴിയുള്ള ഒരു ഊട്ടി യാത്ര. മുത്തിങ്ങ, ബന്ദിപ്പൂർ, ഗുണ്ടൽപേട്ട്, മുതുമല, മസനഗുഡി വഴി ഊട്ടി യാത്ര. മേട്ടുപ്പാളയം വഴി ഒരു ചായയൊക്കെ കുടിച്ച് ഇതുപോലെ കോട്ടഗിരി എത്തി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതുപോലെ പ്ലാനൊക്കെ ഇട്ടിട്ട് പോവാണ്. ഊട്ടി എത്തുമ്പോഴേക്കും കയ്യൊക്കെ ഒരുമാതിരിയായി. ശേഷം ഊട്ടി എത്തി പൈൻ ഫോറസ്റ്റ് പോണ വഴി കുതിരകളിനെ കണ്ടുള്ള മലയ്ക്കൊക്കെ വണ്ടി ഒട്ടിച്ച് കയറ്റണം. ഇപ്പോൾ അവിടുന്ന് വണ്ടിൻ്റെയും ഞങ്ങളുടെയും ഫോട്ടോയൊക്കെ എടുത്ത് ശേഷം കുറേ നേരം അവിടെ നിന്നതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. നല്ല അടിപൊളിയായിരുന്നു അവിടെ. ശേഷം വൈകുന്നേരം സൂര്യാസ്തമയ സമയമാകുമ്പോഴേക്കും കൂടുതൽ ഒരു കാട് വഴി ഇറക്കം. അയ്യോ എന്താ അടിപൊളിയായിരുന്നു. ഗൂഡല്ലൂർ സ്റ്റേ ഒക്കെ എടുത്ത് പിറ്റേ ദിവസം വണ്ടിയിൽ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചപ്പോൾ മുത്തങ്ങ വയനാട് വഴി മുത്തങ്ങയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി റൈഡായിരുന്നു. ഇടയ്ക്ക് ഇതുപോലെ ഒരു ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് ഇതുപോലെ മുത്തങ്ങേൻ്റെ അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് മുത്തങ്ങ ഫോറസ്റ്റ് വഴി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാന് അങ്ങനെ ഒരുപാട് മൃഗങ്ങളിനെയൊക്കെ കണ്ടു. പോണ റൂട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഗുണ്ടൽപേട്ട് വരെയായിരുന്നു ഈ റോഡ്. മുത്തങ്ങയിൽ കയറിയിട്ട് അടിപൊളി റൈഡായിരുന്നു. അങ്ങനെ കുറേ ദൂരം ഫോറസ്റ്റ് വഴി അങ്ങനെ യാത്ര ചെയ്തു. ആനയൊന്നും പെട്ടെന്നൊന്നും കണ്ടില്ല. മാനിനെ ഒരുപാട് മാനുകളിനെ കണ്ടു ഇഷ്ടംപോലെ. വഴി കൂടിയും വഴിൻ്റെ ക്രോസ് ചെയ്ത് നടക്കുമ്പോഴും അതിനിടയ്ക്കാണ് ഈ 2 ആനനെ കണ്ടത്. കുഴപ്പമില്ലായിരുന്നു. 2 ആന ദൂരത്തുനിന്നാണ് കണ്ടത്. ശേഷം ഇതുപോലെ ഫോറസ്റ്റ് വഴി കയറി ബന്ദിപ്പൂരൊക്കെ കയറി ഇപ്പോൾ മസനഗുഡിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ഫോറസ്റ്റാണ്. അങ്ങനെ കുറേ ദൂരം ഞാനൊക്കെ യാത്ര ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് യാത്ര ചെയ്തിട്ട് അങ്ങനെ മസനഗുഡി എത്തിയപ്പോൾ അവിടെ ബന്ധാണ്, വണ്ടി കടത്ത് വിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതുപോലെ ഇടവഴിക്ക് പോയപ്പോൾ മാനിനെയൊക്കെ കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം വണ്ടിക്ക് റെസ്റ്റ് കൊടുത്ത് ഫോണൊക്കെ ചാർജ് കുത്തി വെച്ചു. മസനഗുഡി കണ്ടു കഴിഞ്ഞ് കല്ലട്ടി ചുരം വഴി കയറുമ്പോൾ വണ്ടി ഹീറ്റ് ആയതുകൊണ്ട് ഈ അമ്മേൻ്റെ കടയിൽ നിർത്തി വണ്ടിയൊക്കെ ഇതുപോലെ റെസ്റ്റ് എടുപ്പിച്ച് 2-3-4 ചായ കുടിച്ചു. അടിപൊളിയായിരുന്നു. കുറേ നേരം റെസ്റ്റ് എടുത്തു അവിടെ. 2-3 ചായ ആൾ വീതം കുടിച്ചു. മസനഗുഡി വഴി ഏറ്റവും അടിപൊളിയായി തോന്നി. പിന്നെ കർണാടകയിലെ ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന ഗുണ്ടൽപേട്ടത്തെ ഇതുപോലെ സൂര്യകാന്തി തോട്ടങ്ങളും അതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കർണാടക ഭയങ്കര അടിപൊളിയാക്കി. പിന്നെ മസനഗുഡി വരുന്ന വഴിക്ക് ഇതുപോലെ ഒരു പുഴൻ്റെ ഓരം അടിപൊളിയായിട്ട് കുറേ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുത്തു. മസനഗുഡിയിൽ കയറുന്ന ഈ ഭാഗങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. ഊട്ടി എത്തി കൂണൂർ പോണ വഴി റെസ്റ്റ് എടുക്കുന്ന വഴി ഇതുപോലെ ഒരു വണ്ടിയിൽ നിന്ന് പെട്ടി വീണ് പോയി. അത് അവർ വീണ് പോയവർക്ക് എടുത്തു കൊടുത്തു. കൂണൂരിൽ 2-ാമത്തെ ദിവസം നൈറ്റ് റൂം എടുത്തു. ഇതുപോലെ അടിപൊളി നല്ല തണുപ്പായിരുന്നു. ഇതൊക്കെ പുതച്ച് മൂടി കിടക്കുകയാണ്. പിറ്റേ ദിവസം പഴയൊരു കടയിൽ നിന്ന് ഊട്ടി വർക്ക് ചെയ്ത് 1800 സംതിങ് വർഷം പഴക്കമുള്ളൊരു കടയാണ്. 1800 ഒരു കടയാണ്. 1880 ആ കടയിൽ നിന്ന് ഊട്ടി വർക്കിയൊക്കെ വാങ്ങിച്ചു. ചോക്ലേറ്റ് വീട്ടിലേക്ക് വാങ്ങിച്ചു. അടിപൊളിയായിരുന്നു കട. ഈ ഏട്ടന് 47 വർഷം പോയി പോക്കേ അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ക്രൗൺ ബേക്കറി എന്നാണ് ഇതിൻ്റെ പേര്. ക്രൗൺ ബേക്കറിയിൽ നിന്ന് വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ഇതിലേക്കും അവളുടെ വീട്ടിലേക്കും ഇത് വാങ്ങിച്ചു. പിന്നെ കൂണൂരിൽ ടൈഗർ ഹിൽ കാരമോണിയും കാണിച്ച് ഇതുപോലെ സ്ഥലത്തൊക്കെ റെസ്റ്റ് എടുക്കണം. ഇതിലേക്കും ഇതുപോലെ ഊട്ടി വർക്ക് വാങ്ങിച്ചു. എന്റെ മനസ്സ് പറയാം, ഇതൊരു 1.5 ട്രിപ്പായിരിക്കും.